തിരുവാതിര ദിവസം എടുത്ത കുറച്ച് വിഷ്വൽസാണ്. ഈ വിഷ്വൽസിൻ്റെ പകുതി കാര്യങ്ങളും വിജോട്ര ഫോണിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് കേട്ടോ. അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാൻ ലേറ്റായത്. ആസ് യൂഷ്വൽ അല്ലേ, എപ്പോഴും ഓരോ എക്സ്ക്യൂസസ് ഉണ്ടാവും എനിക്ക്. തിരുവാതിരയ്ക്ക് 6-6:30 എണീറ്റു, കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ച് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ഇങ്ങനെ ഇലയിൽ കുറച്ച് പൂവും കൺമഷിയും കുങ്കുമവും വെറ്റിലപ്പാക്കും കുറച്ച് തുളസി ജലവും പിന്നെ 5 തിരിയിട്ട വിളക്കും, ഇത്രയാണ് ചെയ്തത്. ഇത്തവണ അമ്മ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തിരുവാതിരയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തായാലും എടുക്കാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ എനിക്ക് സാധിച്ചില്ല. കുറച്ച് ഉറക്കത്തിൻ്റെ ഇഷ്യൂസും അതുപോലെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഞാനത് വേണ്ട വെക്കുകയായിരുന്നു. എന്തായാലും അടുത്ത കൊല്ലം നോക്കാമെന്ന്. പക്ഷേ അമ്മ എടുക്കണത് കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കേട്ടോ. എൻ്റെ വീട്ടിൽ അമ്മയും അമ്മൂമ്മയൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുളി കഴിഞ്ഞ് പഴം കഴിച്ച് വെറ്റിലപ്പാക്ക് കഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ കൂവക്കളി ഉണ്ടാക്കുമല്ലോ, അതും കഴിച്ച ശേഷം പിന്നെ സവാളയൊന്നും ഇടാത്ത ഇഞ്ചിയൊന്നും ഇടാത്ത ഉപ്പുമാവൊക്കെയാണ് അന്നത്തെ ദിവസം കഴിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ഗോതമ്പ് ചോറും സാമ്പാറും പുഴുക്കും. ഇത്തവണ ഞാൻ ഗോതമ്പ് ചോറും പുഴുക്കും മാത്രമേ വെച്ചിട്ടുള്ളൂ. അതൊന്നും വീഡിയോ എടുക്കാനുള്ള സാവകാശം കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ഫംഗ്ഷന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചടപടേന്ന് റെഡിയായി പോവുമായിരുന്നു. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കല്യാണം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് സദ്യ കൊടുക്കണ ഒരു ചടങ്ങിലാണ് ഞങ്ങളെ വിളിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. പിന്നെ ഞാൻ ഓർത്തു തിരുവാതിര വ്രതം എടുത്താലും നേരത്തെ ഇവിടുന്ന് കഴിച്ചിട്ട് അങ്ങനെ പോവാം, വിജോട്ട ഒറ്റയ്ക്ക് ഉണ്ണേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ ഒക്കെ വിചാരിച്ചു. പക്ഷേ എന്തായാലും വ്രതം എടുത്തില്ലല്ലോ, അത് കാരണം ഉണ്ടു. അതിന് ശേഷം അന്നേ ദിവസം വൈകുന്നേരം ഞങ്ങളുടെ ലങ്കേശ്വരം ശിവക്ഷേത്രത്തിൽ തേരാണ്. നാട്ടിൽ വന്ന് 3 വർഷമായെങ്കിലും ആദ്യമായിട്ടാണ് ലങ്കേശ്വരം തേര് കാണുന്നത് കേട്ടോ. എല്ലാ കൊല്ലവും വരണം എന്ന് വിചാരിക്കും, പക്ഷേ അന്നേ ദിവസം വിജോട്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ വരാൻ പറ്റാറില്ല, ഒറ്റയ്ക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്തവണ രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല, വൈകുന്നേരമാണ് അമ്പലത്തിൽ പോയത്. അത് കഴിഞ്ഞ് ഇത്തവണ എനിക്ക് വേറൊരു ഭാഗ്യം കൂടെ കിട്ടി, തേര് വലിക്കാനുള്ള ഒരു ഭാഗ്യം. ഞങ്ങളുടെ നാട്ടിൽ തേരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാനിതാദ്യമായിട്ടാണ് തേര് വലിക്കണേ. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അന്നേ ദിവസം.